പക്ഷെ ഇതൊരിക്കലും ഞങ്ങൾ അഹങ്കാരികളാക്കുകയല്ല, കൂടുതൽ വിനയാന്വിതരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 19 അംഗ ഭരണസമിതിയിൽ 17 UDF അംഗങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 2 ഇടതുപക്ഷ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. നജീബ് കാന്തപുരം MLA പുതിയ ഭരണസമിതിക്ക് ആശംസ അറിയിച്ചു. ഭരണാധികാരിയായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് VDO സുനിൽകുമാർ ചെമ്പ്രയുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാലെടുത്തു വെച്ച 19 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നെജ്മ തബ്ഷീറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 17 UDF അംഗങ്ങളും 2 LDF അംഗങ്ങളും ഉൾപ്പെടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 19 ഡിവിഷനുകളിലെ അംഗങ്ങളും പൊതുജന സേവനത്തിന് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. നെന്മിനി ഡിവിഷനിലെ മുതിർന്ന അംഗമായ K രാധാകൃഷ്ണൻ ഓരോ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17 അംഗങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. 2 LDF മെമ്പർമാർ ദൃഢപ്രതിജ്ഞയും ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന നെന്മിനി, കീഴാറ്റൂർ, മേലാറ്റൂർ, ചെമ്മാണിയോട്, കാര്യവട്ടം, വെട്ടത്തൂർ, അരക്കുപറമ്പ്, താഴേക്കോട്, ആനമങ്ങാട്, ആലിപ്പറമ്പ്, തൂത, കുന്നക്കാവ്, ഏലംകുളം, പുലാമന്തോൾ, കുരുവമ്പലം, പരിയാപുരം, തിരൂർക്കാട്, അങ്ങാടിപ്പുറം, വലമ്പൂർ എന്നീ ഡിവിഷനുകളിൽ നിന്നും ജനവിധി തേടിയവരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ഇതിൽ അങ്ങാടിപ്പുറം, കുരുവമ്പലം ഡിവിഷനുകളിൽ നിന്നുള്ളത് ഇടതുപക്ഷ അംഗങ്ങളാണ്. വലമ്പൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച നജ്മ തബ്ഷീറ ഇത് 2ാം തവണയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇടതുപക്ഷത്തിൽ നിന്നും മാറി UDFിലേക്ക് ചേക്കേറിയ പരിയാപുരം ഡിവിഷൻ മെമ്പർ അനിൽ പുലിപ്രയുടെ സത്യപ്രതിജ്ഞയും ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ പുലിപ്ര എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുതിയ ഭരണസമിതിക്ക് ആശംസ അറിയിക്കാൻ നജീബ് കാന്തപുരം MLAയും ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയിരുന്നു. മണ്ഡലത്തിലുടനീളം UDFിന്റെ ജനപ്രതിനിധികൾ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കാലം സൃഷ്ടിക്കുമെന്ന് MLA പറഞ്ഞു. UDFിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും ചരിത്രപ്രധാനവും ഏറ്റവും കൂടുതൽ ആഹ്ലാദമുള്ള ദിവസമാണ്. UDFിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വളരെ വലിയൊരു ജനപിന്തുണ നേടിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മുനിസിപ്പാലിറ്റി അടക്കം 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 7 തദ്ദേശ സ്ഥാപനങ്ങളും പെരിന്തൽമണ്ണയിൽ ഇതാദ്യമായി UDF അതിവിപുലമായ തരത്തിലുള്ള അടിത്തറ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു വിജയകിരീടം ചൂടിയ ആനന്ദത്തിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ ഇതൊരിക്കലും ഞങ്ങൾ അഹങ്കാരികളാക്കുകയല്ല, കൂടുതൽ വിനയാന്വിതരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു വലിയ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വലിയ തോതിലുള്ള ജനപ്രതിനിധികളുടെ എണ്ണം പരിശോധിച്ചാൽ വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ചെറുപ്പക്കാരായ യുവാക്കളുടെയും യുവതികളുടെയും സാന്നിധ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ UDFിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പ്രതിനിധികൾക്ക് പോലും മത്സരിക്കാൻ അവസരം കൊടുത്ത ഒരു കാലമാണ്. ഏറ്റവും കൂടുതൽ ജെൻസിയുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പുതിയ തലമുറ പൂർണ്ണമായും UDFിനോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലമാണ്. പെരിന്തൽമണ്ണയിൽ ഞങ്ങളുടെ ഈ വിജയം കൂട്ടായി, ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ശക്തമായ ഭരണത്തിനുള്ള അടിത്തറയുണ്ടാക്കും. ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഞങ്ങളുടെ 6 പഞ്ചായത്തുകളിലും വളരെ കൃത്യമായി ജനാഭിലാഷത്തിനൊത്ത് പ്രവർത്തിക്കുന്ന
ആളുകൾ തന്നെയാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. വളരെ ജനപ്രിയമായിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കാനിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയെ ഈ സംസ്ഥാനത്തെ തന്നെ ഒരു മോഡലാക്കി മാറ്റുന്നതിന് വേണ്ടി വലിയ ശ്രമം ഞങ്ങൾ നടത്തും. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടാനും അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഔട്ട് ഓഫ് ദ ബോക്സ് ഒരുപാട് കാര്യങ്ങൾ പദ്ധതികളായി വരാനും ഇടയായിട്ടുള്ള കാലമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മികച്ച തുടർച്ചയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്ന കാര്യം, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച്, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏറ്റവും ദുർബലരായ മനുഷ്യരിലേക്ക് ഞങ്ങളുടെ കൈകളെത്തും. 163 പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് മാത്രം 102 പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിച്ച ഒരു കാലമാണിത്. എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലുടനീളം UDFന്റെ സാരഥികളായിട്ടുള്ള ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലം ഞങ്ങൾ സൃഷ്ടിക്കും. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പുതിയ ഭരണസമിതി അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. മുതിർന്ന അംഗമായ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. KPCC സെക്രട്ടറി V ബാബുരാജ്, അഡ്വക്കേറ്റ് AK മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, മറ്റ് രാഷ്ട്രീയ മേഖലകളിലെ നേതാക്കളും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഒരുക്കിയ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.